ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഗാലക്സി A21s. ഇത് കഴിഞ്ഞ ജൂണിൽ പുറത്തിറങ്ങിയതാണ്. അതുപോലെ തന്നെ ഗാലക്സി M21 ഇത് കഴിഞ്ഞ മാർച്ചിലും പുറത്തിറങ്ങിയതാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്, എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് സാമ്യതകൾ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഈ ഫോൺ വാങ്ങുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടും 21 അവസാനിക്കുന്ന ഫോണാണ്, രണ്ട് പുതിയ മോഡലാണ്, രണ്ടും 4GB റാമാണ്, രണ്ടിനും 64GB സ്റ്റോറേജാണ്. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂഷൻ തീരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ താഴെയുള്ള ചുവന്ന ബട്ടണാണ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് രണ്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഗാലക്സി M21 ആണ്. ഇതാണ് പഴയ ഫോണ്. ഇത് പഴയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ റിലീസായ പുറത്തിറങ്ങിയ ഫോണാണ്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഈ ഫോൺ നയിച്ച് നോക്കാം. ഇതിൻ്റെ മോഡൽ എങ്ങനെയുണ്ട്, എത്ര ക്യാമറ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് കണ്ട് പുറത്തിറക്കുക. ഇതിന് എന്തൊക്കെ ഒപ്പം കിട്ടുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ, അതേപോലെ തന്നെ ഒരു Type-C കേബിൾ, ഒരു ഹെഡ്ഫോണ്, ഒരു സിം റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്ന്. ഇതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇതിൻ്റെ കൂടെ പൗച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഈ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം അടുത്ത ബോക്സ് ഒന്ന് അയച്ചു നോക്കാം. അടുത്ത ബോക്സ് അയച്ചു നോക്കി. ഇതിൻ്റെ കൂടെയും ഒരു പൗച്ചൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ കൂടെ ഉള്ളത് 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ ഒരു Type-C കേബിൾ, ഒരു ഹെഡ്ഫോണ്. ഇത് മറ്റേൻ്റെ കൂട്ടത്തിൽ വെള്ളയാണ് കിട്ടിയത്, ഇതിൻ്റെ കൂട്ടത്തിൽ കറുപ്പാണ് കിട്ടിയത്. ഈ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. രണ്ടും ഒന്ന് ബ്ലാക്ക് കളർ ഫോണും ഒന്ന് ബ്ലൂ കളർ ഫോണുമാണുള്ളത്. ഇതിൽ നമുക്ക് ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതൊരു ബ്ലാക്ക് തന്നെയാണ് ഫോണ്. ചെറിയൊരു ബ്ലൂ ഷെയ്ഡിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഏതായാലും അതിൻ്റെ പുറത്ത് നമുക്ക് എന്തൊക്കെയാണ് എഴുതിയതൊന്നും വേണമെങ്കിൽ ജസ്റ്റ് നോക്കി നോക്കാം. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ വരുന്നത് 4 ക്യാമറ വരുന്നുണ്ട്. ഇത് ഫിംഗർ പ്രിൻറ്റ് ബാക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി മറ്റുള്ളതിൻ്റെ നോക്കാം. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് 6000 ബാറ്ററി ഉണ്ട് എന്നുള്ളതാണ്. അതായത് കണ്ടല്ലേ 6000 ബാറ്ററി ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ, ഇൻഫിനിറ്റ് ഡിസ്പ്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുക ട്രിപ്പിൾ ക്യാമറ ആയതുകൊണ്ട് 3 ക്യാമറകളും നമുക്ക് മനസ്സിലായി. ബാക്കിൽ തന്നെ ഫിംഗർ പ്രിൻറ്റും വരുന്നത്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് മൊത്തത്തിലൊന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. കഴിഞ്ഞ ജൂണിൽ പുറത്തിറങ്ങി, ഇത് മാർച്ചിൽ പുറത്തിറങ്ങി. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈസാണ് വരുന്നത്. ഇതിൻ്റെ A21s വരുന്നത് സ്ക്രീനിൻ്റെ സൈസ് 6.5 ആണ് വരുന്നത്. മറ്റേത് വരുന്നത് 6.4 ആണ് സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. ക്യാമറനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും 48 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ്. രണ്ടിനും 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ ആണ്. അപ്പോൾ ക്യാമറകളൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ 4 ക്യാമറ ഉള്ളതിൽ ഇതിൻ്റെ വൈഡ് ക്യാമറ വരുന്നത് ഇതിന് A21s വരുന്നത് 8 മെഗാപിക്സൽ വരുമ്പോൾ മറ്റ് ഫോണിന് അൾട്രാ വൈഡ് വരുന്നത് 8 മെഗാപിക്സൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെപ്ത് വരുന്നത് 5 മെഗാപിക്സൽ വരുമ്പോൾ ഇതിന് ഡെപ്ത് 2 മെഗാപിക്സൽ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ ഒരു ക്യാമറയും കൂടിയിട്ട് ആകെ ഒരു ക്യാമറ ഇതിനില്ല. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സെൽഫിയാണ്. ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൽ A21sന് 13 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. A21sന് 13 മെഗാപിക്സൽ ക്യാമറ വരുമ്പോൾ ഇതിന് 20 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കലായിട്ട് പറയാനുള്ളത്. സാധാരണഗതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് ഇതൊക്കെ എല്ലാ ഫോണുകളിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലും ഉണ്ട്. നമുക്ക് ഏതായാലും ഇത് പാക്കിംഗ് ഒന്ന് പൊളിച്ച് നോക്കാം. ഇത് എങ്ങനെയൊക്കെ ഉണ്ട്, ഓണാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഡിസ്പ്ലേൻ്റെ അകത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഡിസ്പ്ലേൻ്റെ അകത്താണെങ്കിലും ഇത് U-type ഡിസ്പ്ലേ ആണ്. അതായത് ക്യാമറ എപ്പോഴും പുറത്തായിരിക്കും, ഡിസ്പ്ലേ ഒക്കെ പുറത്തായിരിക്കും. നമുക്ക് ഏതായാലും രണ്ട് ഫോണൊന്ന് ഓണാക്കി നോക്കാം.
പിന്നെ ഞാൻ ഇതിലൊരു മെയിനായിട്ടുള്ളൊരു വ്യത്യാസം പറയാൻ മറന്നുപോയി. ഇത് ഗാലക്സി A21s വരുന്നത് 5000 mAh ബാറ്ററിയോട് കൂടിയാണ്. അതുപോലെ തന്നെ ഗാലക്സി M21 വരുന്നത് 6000 mAh ബാറ്ററിയാണ്. ബാറ്ററിൻ്റെ കാര്യത്തിൽ എം എപ്പോഴും ഏനെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ആ ഒരു മാറ്റം ഇതിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് മൊത്തത്തിലൊന്ന് ഓണാക്കി നോക്കാം. ഇതിൽ രണ്ടിനും സോഫ്റ്റ്വെയർ വരുന്നത് Android 10 ആണ്. അതുപോലെ തന്നെ One UI 2.0 ആണ് രണ്ടിലും വരുന്നത്. എനിക്കിപ്പോൾ മൊത്തത്തിൽ ഇതിൽ ചെറിയൊരു മാറ്റം പറ്റിയ ഇതിന് ജസ്റ്റ് ഞാനിതൊരു ഓണാക്കിയപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയൊരു മാറ്റം എന്താ വെച്ചാൽ ഇതിലൊരു വൈറ്റ്നസ് കൂടുതലാണ്. ഇത് ചെറിയൊരു യെല്ലോ കൂടുതലാണ്. അതായത് ബ്ലൂ ഫിൽറ്ററിങ് കൂടുതലുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇതിലാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ M21 ഇനി നമുക്കിതിൽ ബ്ലൂ ഫിൽറ്റർ ഓണാക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി യെല്ലോ ആയി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ബ്ലൂ ഫിൽറ്റർ ഓണാക്കിയാലും മറ്റേതിൻ്റെ വെള്ളം വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിസ്പ്ലേ ഒന്നും കൂടി കൂടുതൽ ക്വാളിറ്റി, ഇതിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. M21 ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി കൂടുതൽ, കണ്ണിനൊന്നും കൂടി സ്മൂത്തായിട്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ ക്യാമറ വരുന്നത് ഫ്രണ്ട് ക്യാമറ വളരെ സുന്ദരമായിട്ടുണ്ട്. ഡിസ്പ്ലേൻ്റെ അകത്താണ്, അതും ഒരു സൈഡിൽ അതിൻ്റെ ഒരു തീമും അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ വെറും 13 MP ആകുമ്പോൾ മറ്റേത് 20 MP ഉണ്ട്. ബാക്ക് ക്യാമറൻ്റെ കാര്യത്തിൽ രണ്ടും 48 MP ആണ്. ബാക്ക് ക്യാമറ രണ്ടും ഒരുപോലെ തന്നെയാണ്. ബാറ്ററിയാണ് 6000 mAh, ഇത് 5000 mAh. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിലയിരുത്തിയാൽ എൻ്റെ അഭിപ്രായത്തിൽ ഫോൺ എപ്പോഴും M21 തന്നെയാണ് നല്ലതെന്നാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അപ്പോഴേ നമുക്ക് നോക്കേണ്ട ഈ സെൻസർ ഉണ്ടോ എന്നുള്ളതാണ്. സെൻസർ ഉണ്ടോ വെച്ചാൽ ഇതിൽ സെൻസർ ഉണ്ട്, ഇതിൽ സെൻസർ ഇല്ല. ഇതും ഒരു പോരായ്മയാണ്. കാരണം എന്താ വെച്ചാൽ ഫോൺ നമ്മൾക്ക് ലോക്കായി കഴിഞ്ഞാൽ, ഇങ്ങനെ ലോക്കായി കിടക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ ഒരു സൈഡിൽ ഇങ്ങനെ നെക്കി ഓണാക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇതിന് പകരം നമ്മൾ സ്ക്രീനിലൊന്ന് 2 വട്ടം ടച്ച് കഴിഞ്ഞാൽ ഓണാകുന്നുണ്ട് ഈ ഫോൺ. അപ്പോൾ നോക്കുമ്പോഴും വിലൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 2 ഒരേ വില ആയ സ്ഥിതിക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ ഫോൺ ഇത് തന്നെയാണ്. നമുക്ക് സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. സെറ്റിങ്സിൽ പോയിട്ട് ഡിവൈസ് കെയറിൽ ഇതിൻ്റെ റാമൊക്കെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഇപ്പോൾ എത്ര GB ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇത് 64 GB തന്നെയാണ് രണ്ടും. ഇതിൻ്റെ സിസ്റ്റം സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് 48.4 കിട്ടുമ്പോൾ മറ്റേ 49.5 കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്തിനും നമുക്ക് 1 GB എക്സ്ട്രാ ഈ ഒരു ഫോണിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റാമിൻ്റെ കാര്യം നോക്കി നോക്കാം. റാം നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ ഒരു ഫോണാണ്. കാരണം 2.2 GB ഇതിൻ്റെ സിസ്റ്റം ഉപയോഗിച്ചതിന് ശേഷം 2.2 GB. കാരണം നമ്മൾ 2 മൊബൈലും ഒന്നും ചെയ്തിട്ടില്ല, ഒരു ആപ്ലിക്കേഷൻ വെറുതെ ഓണായി കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും ഈ ഒരു ഫോണിൽ 2.2 GB ഫ്രീ ഉണ്ടാകുമ്പോൾ ഇതിൽ 1.8 ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ A21s ആണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സ്ക്രീനിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു, ഇത് 6.5 ആണ്, ഇത് 6.4 ആണ്. അപ്പോൾ സ്ക്രീനിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫോണ് ഇത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ സിം കാർഡിനെ പറ്റിയാണ്. രണ്ട് ഫോണും ഡ്യുവൽ സിം കാർഡാണ്. ഡ്യുവൽ സിം കാർഡ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സിം കാർഡോട് കൂടി മെമ്മറി കാർഡും ഇടാൻ പറ്റിയ ഒരു ഫോണാണ്. ആ ഒരു കാര്യത്തിൽ ഇത് സാമ്യത ഉണ്ട്. പിന്നെ ഈ ഒരു ഫോൺ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് അറിയാനുള്ളത്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്കിംഗ്, അതായത് നമുക്ക് ഫോൺ സ്റ്റാൻഡ് ബൈ മോഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ സമയം കാണാൻ പറ്റുന്നുള്ളതാണ്. ഈ ഒരു ഫോണിൽ അതിനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള മൊത്തത്തിൽ നമുക്കൊരു വിലയിരുത്തി നോക്കുമ്പോൾ ഇതൊരു പുതിയൊരു ഫോണാണെന്നുണ്ടെങ്കിലും ഇതിന് അപേക്ഷിച്ചിട്ട് M21 തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. M21ഉം A21 ഉള്ള താരതമ്യം നമുക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഫോൺ എന്നുള്ളത് M21 ആണ്. ഒരുപാട് കാര്യത്തിൽ ബാറ്ററിൻ്റെ കാര്യത്തിലായാലും ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലായാലും ഈ ഫ്രണ്ട് സെൻസറിൻ്റെ കാര്യത്തിലായാലും നല്ല ഫോൺ M21 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം സെലക്ട് ചെയ്യാം. ഏതായാലും ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.